ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സുരേഷ് കുമാർ നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അല്ല, ഈ ചർച്ചയിൽ 4 പേർ ഗവൺമെന്റ് തീരുമാനത്തെ എതിർക്കുന്നു. ഞാൻ ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള തീരുമാനം എടുത്താണെന്ന് പറയുന്നു. ആദ്യ റൗണ്ട് നിങ്ങൾ എല്ലാവരും ചർച്ചയിലേക്ക് വന്നു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. രണ്ടാം റൗണ്ടിൽ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. ഇവിടെ ബഹുമാനപ്പെട്ട അഭിഭാഷകനും അതുപോലെ തന്നെ ശ്രീ അനിലും ജ്യോതികുമാറിനും മാത്രമാണ് രണ്ടാം അവസരത്തിൽ താങ്കൾ അവസരം കൊടുത്തത്. ഇത് മര്യാദകേടാണ്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. 1 മണിക്കൂർ അവതരിപ്പിക്കാനുള്ള അവസരം തന്നെ ഇനി 5 മിനിറ്റേ ഉള്ളൂ. അല്ല, ഇത് മര്യാദകേടാണ്. എനിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. ആഞ്ജനേയ സ്വാമി. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞു, ഏത് ഞാൻ ഇവിടെ ഈ ശിക്ഷ വന്ന ഡേറ്റും ജയിലിൽ കിടന്ന കാലയളവും പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന്. എന്നിട്ട് അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ ആ ജയിൽ റൂൾസ് എടുത്ത് പരിശോധിക്കുക. ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അതിന്റെ ഡേറ്റ്സുകൾ എങ്ങനെയാണ് കൂട്ടുന്നത്, അവധി ദിവസവും അതുപോലെ തന്നെ മറ്റ് കലണ്ടർ അവധികളും പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഒക്കെ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഒരാൾ ജയിലിൽ കിടന്ന കാലയളവ് കണക്ക് കൂട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു ജയിൽ ശിക്ഷിച്ച, അതായത് കൃത്യമായിട്ട് ഇതിൽ പണിഷ്മെന്റ് വന്ന ഡേറ്റും കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഉപദേശക സമിതി പരിശോധിച്ച ഡേറ്റും വെച്ച് നോക്കുമ്പോൾ 14 വർഷം തികഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ അണ്ടർ ട്രയൽ പ്രസണറായി കിടക്കുന്നതും റിമാൻഡ് തടവുകാരായി കിടക്കുന്ന ഡേറ്റുകളും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ്. അത് പഠിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. ഞാനിവിടെ പറഞ്ഞത് കൃത്യമാണ്. ആ പരിശോധന നടക്കുമ്പോൾ 14 വർഷവും 4 മാസവും 17 ദിവസമുണ്ട്. അവധി ദിവസങ്ങൾ കൂട്ടുമ്പോൾ കൃത്യമായി 18 വർഷവും 8 മാസവും 29 ദിവസവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃത്യമാണ്. ആ കണക്കിൽ പരിശോധിക്കാം. രണ്ടാമത് സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ പറയുകയാണ്, സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. ആർട്ടിക്കിൾ 14 വയലേഷൻ എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ റിമിഷൻ കൊടുക്കുന്നതിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാധകമല്ലെന്നും പറയുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. ആർട്ടിക്കിൾ 14 എന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അത് മൗലിക അവകാശങ്ങൾ കൃത്യമായി റിമിഷന്റെ കാര്യത്തിൽ പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ്? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ആർട്ടിക്കിൾ 14 വയലേഷൻ? ഇത് മൊത്തത്തിൽ ഒരു കോമൺ ഉത്തരവായി. അല്ല, ഞാൻ പറയട്ടെ മിസ്റ്റർ. ഇവിടെ ഓരോരുത്തരുടെയും റിമിഷൻ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കൃത്യമായി പരിഗണിക്കുന്നത് ഓരോ വ്യക്തികളെ. അല്ല, ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോ കേട്ടിരുന്നല്ലേ? മര്യാദക്ക് കേട്ടിരിക്കുക. താങ്കൾ പറഞ്ഞപ്പോ മര്യാദക്ക് കേട്ടിരുന്നതാണ്. താങ്കൾ പറഞ്ഞെന്താ? ഇവിടെ ആർട്ടിക്കിൾ 14 വയലേഷൻ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഒരു പ്രതിക്ക് റിമിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഇല്ല. നിരവധി പ്രതികളുണ്ടാവും. നിരവധി പ്രതികളുണ്ടാവും. നിരവധി പ്രതിനിധികൾ. എനിക്ക് മര്യാദയുണ്ട്. ഞാൻ മര്യാദയോടെ തന്നെയാണ് പറയുന്നത്. കൃത്യമായി മര്യാദയോടെ പറയണം. താങ്കളായി ഇടപെടുന്നത് അതായത് അല്ല, ഐ എം ഫുള്ളി കറക്റ്റ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാ പ്രതികൾക്കും റിമിഷന്റെ കാര്യത്തിൽ വേണമെന്ന്. ഈ മണ്ടത്തരം ഈ ചാനൽ ചർച്ചയിൽ വന്ന അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ ഓരോ കേസ് അവരുടെ പ്രൊഫഷണൽ കാലയളവ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി. താങ്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മറിച്ച് തീരുമാനിച്ചല്ല പറഞ്ഞേക്ക്. ഇത് നിങ്ങളുടെ വാദമല്ല. നിങ്ങൾ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അല്ല, സുരേഷ് കുമാർ, മര്യാദകേടാണ്. ഇത്തരത്തിൽ വലിയ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് വലിയ വിവരത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ആന മണ്ടത്തരം പറഞ്ഞത്. അത് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ആന മണ്ടത്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഇത് എന്റെ സമയമാണ്. എന്റെ സമയം
എന്റെ സമയമാണ്. മണ്ഡലം അതൊക്കെ കഴിഞ്ഞ പറയാൻ പാർട്ടി ക്ലാസ് തിമിരം ബാധിച്ച് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ രാഷ്ട്രീയ തിമിരം അല്ല രാഷ്ട്രീയ തിമിരം കള്ളത്തരം പറയരുത്. നിയമം നിയമമായിട്ട് പറയണം. നിയമം നിയമമായിട്ട് പറയണം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. അല്ലല്ല നിയമം നിയമമായിട്ട് തന്നെയാണ്. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ദൈവമേ ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അരുൺ പറയൂ. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് പരിശോധിക്കുന്നു, പരിഗണിക്കുന്നു. ഗവൺമെന്റ് ഉപദേശക സമിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആ തീരുമാനമായിട്ട് ഗവൺമെന്റ് നിങ്ങൾ ഞാൻ വല്ല പറഞ്ഞ അധികമായി പോകും. നിങ്ങളുടെ ഈ വിവരദോഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അസംതൃപ്തി ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു മാറ്റവും ഇല്ലല്ലോ. കൃത്യമായി ഓരോ കേസും ഇൻഡിവിജ്വലായി പരിശോധിച്ച് ഗവൺമെന്റ് പറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സോഴ്സൊക്കെ അദ്ദേഹത്തിന്റെ സോഴ്സൊക്കെ അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്ക് അതുമായി യാതൊരു അറിവുമില്ല. ഗവൺമെന്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിട്ടുള്ള തീരുമാനമെടുത്തു. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഏറ്റവും സുതാര്യമായിട്ടുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഉത്തരവ് എന്റെ മുന്നിലുണ്ട്. അതിൽ പരിഗണനാ വിഷയം എന്റെ മുന്നിലുണ്ട്. കൃത്യമായി 5 കാര്യങ്ങളാണ് നോക്കുക. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഒരാളുടെ പ്രായം, അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അതുപോലെ തന്നെ അവരെ ഡിപ്പെൻഡന്റ്, അവരാരെ ആശ്രയിച്ച് ജീവിക്കും, അതുപോലെ അവരെ ആശ്രയിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ, ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അവർ മറ്റു കേസുകളിൽ ഇതിനു മുമ്പ് പ്രതിയായിട്ടുണ്ടോ, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ, അവർ ജയിൽ മോചിതനായാൽ ജീവിക്കാനുള്ള സാമ്പത്തികമുണ്ടോ, ഈ മാനദണ്ഡങ്ങളെല്ലാം ബിൽക്കിസ് ബാനുവിന്റെ കേസ് ഇതുവരെയുള്ള എല്ലാ കേസുകളും പരിഗണിച്ചിട്ടാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. ആ വിധിയിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെയാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സ്ഥാനത്തിലും ഇല്ല. ഏതെങ്കിലും വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചവർ അവർ തന്നെ മറുപടി പറയുക, അല്ലാതെ ആ ആരോപണം മറുപടി പറയാനുള്ള സാധ്യത. ഒരു പോയിന്റ് അഭിലാഷ്. ഒരു പോയിന്റ്. ശ്രീ സുരേഷ്, മഹേന്ദർ സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു റെമിഷൻ എന്നുള്ളത് ഒരു മൗലികാവകാശമല്ലെന്ന്. പക്ഷേ ബിൽക്കിസ് ബാനു കേസിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 14 വയലേഷൻ സ്റ്റേറ്റ് കാണിക്കരുതെന്നാണ് പറയുന്നത്. ഒരു കൺവിക്റ്റിന്റെ മൗലികാവകാശവും സ്റ്റേറ്റ് അത് വയലേറ്റ് ചെയ്യരുത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പൊതുവായിട്ടുള്ള പ്രിസണേഴ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രിസണേഴ്സിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യരുതെന്ന് പറയുന്നതും റെമിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മൗലികാവകാശം ഉണ്ടെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? രണ്ടും രണ്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നോ 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 യു ഡോണ്ട് ഹാവ് എനി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ. യു ഡോണ്ട് ഹാവ് എനി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. എവിടെ മഹേന്ദ്ര സിംഗ് വായിച്ചിട്ടുണ്ടോ? വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഉദ്യോഗസ്ഥരെങ്കിലും ഓർക്കുക ഈ ഭരണകൂടം. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.